ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി മധൂർ ദേശത്ത് മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നേടിയിരിക്കുന്ന സിദ്ധിവിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നാൽ ഇവരിൽ കൂടുതൽ പ്രസിദ്ധി ഗണപതി ഭഗവാനാണ്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി വിശ്വനാഥൻ, ദുർഗാ പരമേശ്വരി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, വീരഭദ്രൻ, ഹംസരൂപത്തിലുള്ള ശിവൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുമ്പളസീമ എന്നറിയപ്പെടുന്ന മായിപ്പാടി ദേശത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇവിടെയുള്ള ഗണപതി പ്രതിഷ്ഠ ചുവരിൽ നിന്ന് കോറിയെടുത്തുണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. മേടമാസത്തിൽ വിഷുസംക്രമത്തിന് കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കുംഭമാസത്തിലെ ശിവരാത്രി, അതേ മാസത്തിൽ നടക്കുന്ന മധൂർ ബേഡി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഗണപതിക്ക് പ്രഥമ സ്ഥാനമാണ് നൽകുന്നത്. ഏത് സത്കർമ്മത്തിന് മുൻപും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിന് പൂജകൾ നടത്തുന്നു. സകല വിഘ്നങ്ങളും ഗണേശൻ മാറ്റുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പതിവാണ്. മദനന്തേശ്വരൻ അഥവാ ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതിയാണ് ഭക്തരുടെ പ്രധാന ആകർഷണം. ഇവിടുത്തെ ഉത്ഭവകഥ ഇങ്ങനെയാണ്. ഋഷിമാർ ശിവയജ്ഞം നടത്തുന്നതിനിടയിൽ കനത്ത മഴ വന്നതിനെ തുടർന്ന് ഗണപതിയെ പ്രീതിപ്പെടുത്താത്ത തെറ്റ് തിരിച്ചറിഞ്ഞ് ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കേ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ചുവെന്നാണ് ഐതിഹ്യം. ഈ ചിത്രം പിന്നീട് അത്ഭുതകരമായി വളരുകയും ഭക്തരുടെ പ്രാർത്ഥനയാൽ വളർച്ച നിലച്ച് ലംബമായി വളരാൻ തുടങ്ങുകയും ചെയ്തു. ആയിരത്തി 1784 ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്ഷേത്രത്തിലെ തീർത്ഥജലം കുടിച്ച് ശാന്തനായ അദ്ദേഹം ആക്രമണം ഉപേക്ഷിച്ചു. ടിപ്പു വാൾ കൊണ്ട് പടിഞ്ഞാറൻ മേൽക്കൂരയിൽ അടിച്ചതിൻ്റെ അടയാളം ഇന്നും കാണാം.